നമ്മൾ കുട്ടികളെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, അവരോട് മഹബത്ത് വെച്ചിട്ടില്ല എങ്കിൽ ആ കുട്ടികൾ വേറെ പലവരെയും മഹബത്ത് വെക്കും. നമ്മൾ കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ലെങ്കിൽ അവർ വേറെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടെത്തും. കണ്ടക്ടറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിനേറ്റ് വന്ന് വാപ്പിയമ്മി, ഞാൻ ചോദിച്ചു കുട്ടിയുടെ മോളെന്തിന് കണ്ടക്ടറെ സ്നേഹിക്കുന്ന, വാപ്പിയമ്മയും കൊണ്ടുവരുന്ന നല്ലൊരു കാര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ. അപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി, എൻ്റെ വാപ്പിയമ്മി ഞാൻ കാലം വരെ പറഞ്ഞ ഒന്നും എനിക്ക് വാങ്ങിത്തരലില്ല. കണ്ടക്ടറോട് പറയുമ്പോൾ തന്നെ കണ്ടക്ടറൊക്കെ എനിക്ക് വാങ്ങിത്തരുന്നുണ്ട്, എല്ലാം വാങ്ങിത്തരും. പിന്നെ ഓനെന്നും ചോദിക്കും ഇഞ്ഞെന്താ എനിക്ക് വേണ്ടി, ഇഞ്ഞെന്താ വേണ്ടി. എൻ്റെ ഉമ്മനോട് ഉസ്താദം ചോദിച്ചു നോക്കി, എന്തെങ്കിലും എനിക്ക് എന്താ വേണ്ടി എൻ്റെ ഉമ്മനോട് ചോദിച്ചു നോക്കിക്കണോ? ഇമ്മ തല താത്തി നിൽക്കുക, ഒന്നും മിണ്ടണില്ല, ചോദിച്ചിട്ടില്ല, സമയം കണ്ടിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. വാപ്പക്ക് അതിനേക്കാളും തിരക്കാൻ. മോളെ എനിക്കെന്താ വേണ്ടിയത്, ഒന്ന് സ്വന്തം മോളെ തലയെ കൈ വെച്ചിട്ട് ഒന്ന് ചോദിക്കാനുള്ള സമയം നമുക്ക് കിട്ടണില്ല. സമയമൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ ചോദിക്കാതെ ഇങ്ങനെ പോയി പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ കുട്ടി കണ്ടക്ടറല്ല, വേറെ ആരെങ്കിലുമൊക്കെ കൂടെ പോകും. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ മോശമായതുകൊണ്ടല്ല, ഈ പെണ്ണ് എന്നും സ്കൂളിൽ പോകുമ്പോൾ കാണുന്ന ഈ കണ്ടക്ടറാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ ചിന്ത അതാണ്. സ്ത്രീകൾക്ക് നമുക്ക് എല്ലാം വാങ്ങിത്തരുന്ന ആൾ കുട്ടികളെ മനസ്സാണത്. ആ വാങ്ങിക്കൊടുക്കുന്ന ആൾ നമ്മൾ തന്നെ ആവണം. നമ്മളായിരിക്കണം അവരോട് സംസാരിക്കേണ്ടതും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ നമ്മളാണ്.